ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 3 അച്ച ശർക്കര ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ടും തിളച്ചിട്ട് അതൊന്ന് ഉരുകി വന്നാൽ മതി. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കരയിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മുടെ കയ്യിൽ കല്ലും പൊടിയൊന്നും ഇല്ലാത്ത നല്ല തരം ശർക്കര ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി വാങ്ങാനായിട്ട് കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ ശർക്കര അതുപോലെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലോണം തണുത്തതിന് ശേഷം അരിച്ചിട്ട് ഇതിന് വേണ്ടി എടുക്കാം. ഇനി ജ്യൂസിന് വേണ്ടി നമ്മൾ മിക്സഡ് ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് നമ്മൾ ഒരു 3 പേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുടിക്കാവുന്ന ഒരളവിലാട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ അളവ് ഒരുപാട് കൂടുതലാവണ്ട കേട്ടോ, ചെറിയൊരു പീസൊക്കെ തന്നെ എടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 6-7 പുതിനയിലയാണ്. പുതിനയുടെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 ചെറിയ നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തൊക്കെ വേണ്ടി വരും. നമ്മുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 5 കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. കാഷ്യൂനട്ട് ആദ്യം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുതിർത്തിട്ട് തന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ്, ജ്യൂസിനെ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ ഒരു 1/2 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ആ ഇഞ്ചിയും കാഷ്യൂനട്ടൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞിടണം, ആ രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പൊക്കെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ അത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതിന് ശേഷം പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 1.25 കപ്പിനടുത്ത് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഇഞ്ചിയുടെയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ തരികളുണ്ടാവും. അപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ ഒന്നുകൂടെ അരിച്ചെടുത്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജ്യൂസ്. ഇതിലിപ്പോൾ നമ്മൾ മധുരത്തിനായിട്ട് ശർക്കരയാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജ്യൂസ് ആദ്യം അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് തേൻ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. നല്ല റിഫ്രഷിംഗ് ആണ്. നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ശർക്കരയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്